ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകുകയാണ്. എന്തോ തോന്നുന്നു ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് നമ്മൾ 10-20 വർഷമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നൊരു ഇങ്ങനെ തുടർന്ന് വരുന്നൊരു സംഭവം. അതിൽ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ഇത് മെച്ചപ്പെട്ട തലത്തിലേക്ക് ഉയരുന്നു എന്നുള്ളത് കേരളത്തിലെ IFFKയുടെ ഒരു അഭിമാനമാണ്. പിന്നെ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഈ കൊല്ലം ഇത് സംഘാടനത്തിൽ എന്തൊക്കെയോ പിഴവുകൾ അനുഭവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും വ്യക്തമല്ല. അതിൽ പ്രധാനമായിട്ടും വൈകുന്നേരങ്ങളിലുള്ള ഫംഗ്ഷൻസ്, അതായത് കലാപരിപാടികളൊക്കെ ഇവിടെയാണ് നടത്തിയിരുന്നത്. ഇത്തവണ അത് മാനവീയത്തേക്ക് വർഷം മാനവീയം വീതി ഒരു കൾച്ചറൽ സാംസ്കാരിക കേന്ദ്രമാണ്. അപ്പോൾ അത് കഴിഞ്ഞ വർഷമേ അത്തരത്തിലൊരു ആലോചന നടന്നതാണ്. ഈ വർഷം അതൊരു നല്ല കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന, പ്രത്യേകിച്ച് മാനവീയ വീതി എന്ന് പറയുമ്പം അതൊരു സാംസ്കാരിക ഇടനാഴി എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് വിഭിന്നമായിട്ട് അടുത്തിടെ ഒരു ചില ഡീവിയേഷൻസ് ഉണ്ടായി. അതിൽ നിന്ന് തിരിച്ചു പിടിക്കാനും ഒക്കെ ഇത്തരം വലിയ സാംസ്കാരിക പരിപാടികൾ നടത്തുന്നത് കൊണ്ട് ഗുണമുണ്ടാകും. പക്ഷേ ഇവിടെ ഒരു യഥാർത്ഥത്തിലുണ്ടായ ഒരു പ്രശ്നം, നമുക്ക് വിമർശനാത്മകമായ ഒരു സമീപനം ഇക്കാര്യത്തിൽ ഞങ്ങൾ എടുക്കുന്നതെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ വർഷങ്ങളിലും കാലങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ഇവിടുത്തെ ഭരണാധികാരികൾ പറഞ്ഞിട്ടുള്ളൊരു വിവരമുണ്ട്. ഈ പ്രദേശത്തെ പ്രാദേശികമായ ഒരുപാട് കലാകാരന്മാർ മാനവീയ വീതിയുമായിട്ട് ബന്ധപ്പെട്ടും തിരുവനന്തപുരത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തിന് വകയില്ലാതെ, റേഷൻ വാങ്ങാൻ നിവൃത്തിയില്ലാതെ നിൽപ്പുണ്ട്. അവർക്കും കൂടെ വേദി കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും എന്നാണ് അന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്രാവശ്യവും അതിന് ശ്രമിച്ചിട്ടില്ലാതെ മാത്രമല്ല, വളരെ രൂക്ഷമായൊരു വിമർശനം ഞങ്ങൾ ഉന്നയിക്കുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ബോർഡ് മെമ്പർമാർക്ക് വരെ പരിപാടി കൊടുത്തു. അത്ര വലിയൊരു അർഹതപ്പെട്ടവർക്കല്ല ഇവിടെ പ്രാധാന്യം. അർഹതപ്പെട്ടവർ അവരർഹതപ്പെട്ടതല്ലെന്നല്ല ആണെന്നല്ല പറയുന്നത്, മറിച്ച് അർഹതപ്പെട്ടവർ എന്നുള്ള നിലയിൽ വേറെ ഒരുപാട് നമ്മളെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ യുക്തിയുടെ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് നയിക്കുന്ന ഇത്തരം ഒരു സംവിധാനത്തെ സ്വാഭാവികമായിട്ട് അവർ ചെയ്യേണ്ടിയിരുന്നത് അവശരായ, ഏറ്റവും തിരസ്കൃതരായ, അല്ലെങ്കിൽ കാലം മായ്ച്ചു കളയാൻ ശ്രമിക്കുന്ന കുറേ കലാരൂപങ്ങളും അവരുടെ കലാകാരന്മാരുമുണ്ട്. ഈ പുതിയ ജനറേഷൻ്റെ പുതിയ സംവിധാനങ്ങളുടെ മേനിപ്പകർപ്പോടുകൂടി കലാപരിപാടികൾ നടത്തുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഇവർ പ്രാമുഖ്യം കൊടുക്കുന്നത്. മറ്റാളുകൾ കൂടെ പ്രാമുഖ്യം കൊടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം വ്യക്തമായിട്ടുണ്ട്. പിന്നെ സിനിമയുടെ സെലക്ഷനിലും ഒരുപാട് മുൻ വർഷത്തെ പോലെ നിലവാരം ഉയർന്നില്ല എന്നുള്ള ഞാൻ പ്രധാനമായിട്ടും കണ്ടതെന്ന് പറയുന്നത് 4 ഇതാണ് കോമ്പറ്റീഷൻ സിനിമകളാണ്. ഞാൻ സാധാരണ കൂടുതലും കാണാറുള്ള കോമ്പറ്റീഷൻ സിനിമകളാണ്, എല്ലാ വർഷവും കാണുന്നത്. അങ്ങനെ ഈ കോമ്പറ്റീഷൻ സിനിമകളിൽ 1-2 എണ്ണം മാത്രമേ ഉള്ളൂ ഒരു മെച്ചപ്പെട്ട നിലവാരത്തിലെത്തിയതെന്ന് പറയാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ വർഷത്തേക്കാൾ നിലവാരം കുറവായിരുന്നു എന്ന് പറയുന്നതും ആഗോള സിനിമയുടെ നിലവാരം എനിക്ക് തോന്നുന്നു ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപാട് താഴോട്ട് പോയി എന്ന് പറയേണ്ടി വരും. അപ്പോൾ സിനിമാ സെലക്ഷനിലും ഈ കലാകാരന്മാർ ഉൾപ്പെടുന്നതിലൊക്കെ വലിയ വീഴ്ച വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് മാത്രമല്ല, സംഘാടനത്തിൽ അതിനൊക്കെ വലിയ വീഴ്ചയുണ്ട്. ഇവിടുത്തെ പ്രിൻ്റ് മീഡിയയുടെ ആളുകൾ സാധാരണ റിപ്പോർട്ട് ചെയ്യാൻ സാധാരണ ഞങ്ങളെല്ലാം വർഷങ്ങളായിട്ട് ചെന്ന് കയറിയിരുന്നിട്ട് ഇവിടുത്തെ സമാന്തര മാധ്യമങ്ങളും ആണ് ഈ സിനിമ ഫെസ്റ്റിവലാക്കിയത്. അവർക്ക് കയറിയിരിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. ഇതുപോലൊരു മൈക്കുമായിട്ട് പിടിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കും. മീഡിയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഈ പ്രിൻ്റ് മീഡിയയുടെ ആളുകളോട് വളരെ മോശമായ നിലപാടാണ് ചില കേന്ദ്രങ്ങളിൽ സ്വീകരിക്കുന്നത്. എല്ലായിടത്തും അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷേ ചില കേന്ദ്രങ്ങൾ, മിനിഞ്ഞാന്ന് കലാഭവനിൽ അങ്ങനെയായിരുന്നു, അതിന് ഇന്ന് കൈരളിയിൽ അങ്ങനെയാണ് നടന്നത്. അവിടെ പോയി പിന്നെ ഈ ഏറ്റുമുട്ടലിൻ്റെ ഒരു സ്വരത്തിലേക്ക് പത്രപ്രവർത്തകർ എത്തേണ്ടി വരിക എന്ന് പറയുമ്പോൾ പ്രിൻ്റ് മീഡിയയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇത്തരം സംഭവങ്ങൾ മാറുകയാണ്. ഇപ്പോൾ സിനിമാ സെലക്ഷനൊക്കെ നടത്തുന്നത് ഈ കമ്മിറ്റിക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്കും ഒരു നിലവാര തകർച്ചയിലേക്ക് എത്തിയിട്ടുണ്ടോ കാര്യങ്ങൾ? അല്ല, അതാണ് ആ നിലവാര തകർച്ചയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലും പ്രേരണയോ ഉണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല. മലയാളത്തിലെ ഏറ്റവും കൊച്ചു നല്ല സിനിമകൾ, അതായത് സാധാരണ മനുഷ്യർ കൂടുതൽ ഇത് ചെയ്യാതെ എടുത്ത ഫിലിമുകൾ ഇതിന് വെളിയിലുണ്ട്. ആ ഫിലിമുകളുടെ ഒരു സമാന്തര പ്രദർശനം എന്നുള്ള നിലയിൽ മാനവീയ വീതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇവിടുന്ന് തിരസ്കരിക്കപ്പെട്ട അത്ര സമാന്തര ചെറിയ സിനിമകളുണ്ട്. ആ സിനിമകളുടെ ഒരു പ്രദർശനം വയ്ക്കുന്നുണ്ട്. IFFKക്ക് ബദലല്ല, മറിച്ച് ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ. കാരണം ഇത് ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത് കൃത്യമായി നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ജോൺ അബ്രഹാമിൻ്റെ അയ്യപ്പൻ്റെയൊക്കെ കാലത്ത് വളരെ കൃത്യമായി നടന്ന ഇത്തരം പ്രതിഷേധങ്ങളുണ്ട്. കുമാരൻ്റെയൊക്കെ കാലത്ത് അതിപ്പോൾ അത്തരത്തിലുണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ ഒഴുക്കിന് അനുകൂലമായി നീങ്ങുന്ന ഒരു കാണികളുടെ ഒരു സംഭവമാണ്. അല്ലാതെ ഇതൊരു സാമൂഹ്യ പ്രതിരോധം എന്നുള്ള നിലയിൽ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ട്. അപ്പോൾ മന്ത്രിയെ സമീപിക്കുമോ? തീർച്ചയായിട്ടും ഇന്ന് തന്നെ അതിനുള്ള ഞാൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. അടുത്ത ഇതിലും ടാഗ് ചെയ്ത് മിനിസ്റ്റർക്കും CM-നും പോസ്റ്റ് ഇടാനിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമാന്തര പ്രതിഷേധങ്ങളുടെ അന്ത്യം കുറിച്ച് കഴിഞ്ഞു, എൻ്റേതുൾപ്പെടെ.
കാരണം വല്ലപ്പോഴും ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആഗോളവൽക്കരണം ഞങ്ങളെ കൊണ്ടുവന്നെത്തിച്ചത്. അപ്പം ഫലത്തിൽ ഈ നല്ല ലേഖനങ്ങളും നല്ല സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസും വരുന്നത് പ്രിൻ്റ് മീഡിയയിലല്ല, വിഷ്വൽ മീഡിയയിലല്ല, പ്രിൻ്റ് മീഡിയയിൽ തന്നെയാണ്. വിഷ്വൽ മീഡിയയിൽ വരുന്നില്ലെന്നല്ല, വിഷ്വൽ മീഡിയയിൽ വരുന്നതിനേക്കാൾ എന്നും നിലനിൽക്കുന്നതും പിന്നീട് റെഫർ ചെയ്യാൻ പറ്റുന്നതും പ്രിന്റ് മീഡിയയിൽ തന്നെയാണ്. അപ്പം അവിടെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് കലാകാരന്മാരെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെയൊക്കെ വേണ്ട രീതിയിൽ പരിഗണിക്കണം എന്നാണ് അഭിപ്രായം. പരിഗണിക്കണം എന്ന് മാത്രമല്ല, അവർക്ക് പരിഗണന കിട്ടും എന്ന് അവർ സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ബഹുഭൂരിപക്ഷം കലാകാരന്മാരും ഇടതുപക്ഷ സഹയാത്രികരോ ഇടതുപക്ഷ പ്രവർത്തകരോ അല്ല ഇടതുപക്ഷ അനുഭാവികളുമാണ്. അപ്പോൾ അവരെ ഉൾക്കൊള്ളാനാകാതെ പോയാൽ അതൊരു പക്ഷേ ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണെന്ന് നമ്മൾ പറയേണ്ടി വരും. അത് പൊളിറ്റിക്കലായ ഒരു വീഴ്ച തന്നെയാണ്. കാരണം എഴുതുകയും പറയുകയും വായിക്കുകയും ചെയ്യുന്നവർ സ്വാഭാവികമായി ഇടതുപക്ഷക്കാരായി മാറും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പം ആ വിഭാഗത്തെ പൂർണ്ണമായിട്ട് ഇവർ അവഹേളിക്കുകയാണെന്നുള്ളതാണ്. അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ തലമുറയിലെ ആളുകളെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ സാധനം. അപ്പം വേണ്ടത്ര നിയന്ത്രണങ്ങളോ ഇതോ ഇല്ലാതെ അവരങ്ങ് തീരുമാനിക്കുകയാണ്. അപ്പം ഈ ആളുകളുടെ രൂപവും ഭാവവും ഒക്കെ നോക്കിയിട്ട് ആളുകളെ വേർതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അതൊരു മോശമായ കൾച്ചറാണ്. അതിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം, ഇതൊരു ആശങ്കയാണ് പങ്കുവച്ചത്. അപ്പോൾ മേളയുടെ നടത്തിപ്പിൽ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്, കാര്യമായി ബാധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ മുൻകാലങ്ങളിലുള്ള കഴിഞ്ഞ വർഷത്തെ മേളയുടെ അത്രയും പോലും പകിട്ടോ കൊഴുപ്പോ ആ പ്രതിരോധത്തിൻ്റെ ഒരു ആരും പ്രതിരോധിക്കാൻ പോലും ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടില്ല. മുമ്പ് ഇവിടെ ഒരുപാട് പൊതുവിഷയങ്ങളെ പ്രതിരോധിച്ചിരുന്നു ഈ സിനിമാ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച്. ഇപ്രാവശ്യം അത്തരം വേദികളൊന്നുമില്ല. അങ്ങനെ വേദി ഉണ്ടാകേണ്ടിടത്താണ് അവർ കൊണ്ടുവന്ന് പവലിയും കെട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം ബോധപൂർവം ചെയ്തതാണ്. പക്ഷേ അതിന് താഴെ ഞങ്ങളൊരു സ്പേസിലായിരുന്നു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അത്തരം പ്രതിരോധത്തിനോ ആഗോള വിഷയങ്ങൾ പോലും പ്രതികരിക്കാനുള്ള ഒരു സാധ്യത ഒരുപക്ഷെ ഞങ്ങളെ ഉദ്ദേശിച്ച വയനാടിന് വേണ്ടി ഒരു സംഭവം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്.